സർ, റീസെന്റ് നെബൂസ് IGC അവരുടെ സിലബസ് ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് അറിയുന്നുണ്ട്. അപ്പോൾ ഈ സിലബസ് ചേഞ്ച് കാരണം സ്റ്റുഡൻസിന് എന്തെങ്കിലും അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ടെന്ന് സാറിന് തോന്നുന്നുണ്ടോ? IG2 ആയിരുന്ന സമയത്ത് 100 out of 100 വേണമായിരുന്നു സ്റ്റുഡന്റിന് പാസ്സാകാൻ. അതായത് യു നീഡ് ടു മീറ്റ് ഓൾ ദി ക്രൈറ്റീരിയസ്. നെബോഷോടെ എല്ലാ ക്രൈറ്റീരിയയും കറക്റ്റാക്കുന്നവർക്ക് മാത്രമേ പാസ്സാകാൻ സാധിക്കത്തുള്ളായിരുന്നു. പിന്നീട് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിന്റെ സ്പ്ലിറ്റ് അപ്പ് ഓഫ് മാർക്സ്. നിങ്ങൾക്ക് ഏത് പാർട്ടിൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് ക്ലിയർ ആയിട്ട് അവർ അതായത് സ്റ്റുഡൻസിന് അയച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. അതേസമയം GIC2 വരുമ്പോഴത്തേക്കും 100 ആണ് മാർക്ക്, അതിൽ 60 മാർക്ക് കിട്ടുകയാണെങ്കിൽ ജയിക്കാൻ പറ്റും എന്നുള്ളതും ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് IG2 ആയിരുന്നപ്പോൾ ഏത് ക്രൈറ്റീരിയയാണ് മീറ്റ് ചെയ്തത്, എന്തുകൊണ്ടാണ് അത് മീറ്റ് ചെയ്യാത്തത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് നിബോഷ് അയച്ചു കൊടുക്കുമായിരുന്നു. പക്ഷേ ഇനി പുതുതായിട്ടുള്ളതിനകത്ത് ആ മാർക്കിന്റെ സ്പെക്ടപ്പ് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് മാർക്ക് കുറഞ്ഞത്, എവിടെയാണ് ഇനി അവർ ഇംപ്രൂവ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഉള്ള ഡീറ്റെയിലിംഗ് ഉണ്ടാവത്തില്ല എന്നുള്ളതാണ് ഇതിനകത്തൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ ഇൻ ജനറൽ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് മോർ അഡ്വാൻറ്റേജസ് ടു സ്റ്റുഡൻസ്. കാരണം 100 60 മാർക്ക് മതി ജയിക്കാൻ എന്നുള്ളത്, മറ്റടുത്ത് 100 100 വേണമായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ.